മലപ്പുറം അരീക്കോട് സായുധ ക്യാമ്പിൽ ജീവനൊടുക്കിയ കമാൻഡോ വിനീതിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അരീക്കോട് SOG ക്യാമ്പിൽ നോർത്ത് സോൺ IG സേതുരാമന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. മുബഷീർ പി അക്ബർ നമുക്കൊപ്പമുണ്ട്. മുബഷീർ, ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു, കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോവുകയാണ്. തീർച്ചയായും സുജയ പാർവതി, ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കി ഇപ്പോൾ വിനീതിന്റെ മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സബ് കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയിരുന്നത്. ഏകദേശം മണിക്കൂറുകൾ നീണ്ട ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം പുറത്തെത്തിച്ച് ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഏകദേശം 40 മിനിറ്റ് യാത്രയോടുകൂടി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരും. അവിടെ വെച്ച് ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ തന്നെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം അരീക്കോട് SOG ക്യാമ്പിൽ വെച്ചായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും, വയനാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിഗുരുതരമായ ആരോപണങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ SOG ക്യാമ്പിന് മുൻപിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധം വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലയിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉയർന്നു വരുന്നത്. വിശേഷം ഏറ്റവും അവസാനമായി വിനീത് സുഹൃത്തിന് അയച്ചൊരു സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഗുരുതരമായ വിമർശനങ്ങൾ, ആരോപണങ്ങൾ SOG ക്യാമ്പിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അജിത്ത് എന്നു പേരുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഈ ഒരു സന്ദേശം കാണിച്ചു കൊടുക്കണമെന്ന് അതിൽ പറയുന്നുണ്ട്. അവിടെ നടപ്പിലാക്കിയിരുന്ന പലതരത്തിലുള്ള പരിശീലന സമ്പ്രദായങ്ങൾ ഉൾപ്പെടെ കൃത്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്കൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്ന ഒരു സന്ദേശം ഇപ്പോൾ വിനീതിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. അത് മരണമൊഴിയായി കണക്കാക്കി തന്നെ കൊലപാതക കുറ്റവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. T. സിദ്ദീഖ് MLA നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഇവിടെ പറഞ്ഞിരുന്നു. വലിയ തൊഴിൽ സമ്മർദ്ദമുണ്ടായിരുന്നു, തൊഴിൽ ചൂഷണമുണ്ടായിരുന്നു. വിനീതിന്റെ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവധിക്ക് നേരത്തെ തന്നെ നൽകിയിരുന്നു. എന്നാൽ റിഫ്രഷർ കോഴ്സുമായി ബന്ധപ്പെട്ട് കേവലം 30 സെക്കൻഡിന്റെ പേരിൽ അദ്ദേഹത്തെ ആ റിഫ്രഷർ കോഴ്സിൽ പരാജയപ്പെടുത്തുന്നു. വീണ്ടും 20 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന റിഫ്രഷർ കോഴ്സിന് അദ്ദേഹത്തോട് ചേരണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് അവധിയിൽ പ്രവേശിക്കാൻ സാധിക്കാതെ വരുന്നു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആ കോഴ്സിലുണ്ടായിരുന്ന ബാക്കിയുള്ള ലീവിന് അപേക്ഷിച്ച ആളുകൾക്കൊക്കെ തന്നെ അവധി ലഭിക്കുന്നു. അദ്ദേഹം അവധി ലഭിക്കാതെ അദ്ദേഹത്തെ തരം താഴ്ത്തിക്കൊണ്ട് ശുചിമുറി വൃത്തിയാക്കാനും അത്തരത്തിലുള്ള പ്രവർത്തികൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൽ വലിയ മനോവിഷമുണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണശേഷം ഈ നിലയിൽ ശുചിമുറിയുടെ വാതിലിൽ കിടത്തിക്കൊണ്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന വിവരങ്ങളൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിന്റെ ചിത്രങ്ങളും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഈ ഒരു മേഖലയിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അതുപോലെ തന്നെ രേഖകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കൃത്യമായ ദുരൂഹതയുണ്ടെന്ന കാര്യത്തിലേക്കും വിരൽ ചൂണ്ടുന്നത്. എന്തായാലും SOG ക്യാമ്പിനുള്ളിൽ ഇപ്പോൾ ഉത്തരമേഖല IG സേതുരാമന്റെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് SOGയുടെ നോഡൽ ഓഫീസർ. SOG ക്യാമ്പിന്റെ SP കൂടിയായിട്ടുള്ള ഫറാഷിന്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ അവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നിരവധി തെളിവുകൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് തരത്തിലുള്ള അന്വേഷണമായിരിക്കും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കാൻ പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം. കോൺഗ്രസ് ഈ ഒരു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ കടക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, SOG ക്യാമ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെയുണ്ട്. നേരത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ SOG ക്യാമ്പിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച വാർത്ത പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള മറ്റൊരു കമാൻഡോ ഈ നിലയിൽ അവിടെ തൊഴിൽ ചൂഷണമുള്ളതിനെ തുടർന്ന് മേലുദ്യോഗസ്ഥരുടെ പീഡനം അനുഭവിച്ചതിനെ തുടർന്ന് ഈ ഒരു തൊഴിൽ മതിയാക്കിക്കൊണ്ട് പൂർണ്ണമായും അത് ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി ആരോപണം തൊഴിൽ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് അവധി ലഭിക്കുന്നില്ലെന്ന സായുധ ക്യാമ്പിലെ ആത്മഹത്യയിൽ കമാൻഡോ വിനീതിന്റെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയായിരിക്കുകയാണ്.